ശിക്ഷയിൽ നിന്നിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മുഹമ്മദിനോട് മാറുകാട്ടിയാൽ, മുഹമ്മദ് നമ്മളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ വേണ്ടി കൽപ്പിച്ച വഴിയിൽ നാം നടക്കുന്നില്ലെങ്കിൽ, ആ റൂട്ടിൽ നാം ചലിക്കുന്നില്ലെങ്കിൽ, ആ നമസ്കാരം നാം നമസ്കരിക്കുന്നില്ലെങ്കിൽ, ആ ആചാരം നാം ആചരിക്കുന്നില്ലെങ്കിൽ, അതിനോട് നമുക്ക് വെറുപ്പുണ്ടാവുകയാണെങ്കിൽ, താഅത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ശൈലികൾ ഇനിയും നബിയെ നിങ്ങൾ അവരോട് കൽപ്പിക്കുക, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾ പിന്തിരികയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുമ്പോൾ റസൂലിനെ അനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ കാഫിരീങ്ങളാണ്, അതുകൊണ്ട് അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കിട്ടിയോ? ഹദീസ് തള്ളുമ്പോൾ കാഫറായി എന്നത്, റസൂലിനെ അനുസരിക്കാതിരിക്കുമ്പോൾ കാഫറാണെന്ന് അല്ലാഹു പറയുന്നു. അവർ സത്യനിഷേധികളാണ്. ആ സത്യനിഷേധികൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നതുമല്ല. മുർത്തദാണോ? അല്ലേ? മുസ്ലിമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, മുസ്ലിമായ ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ, ഈ മുസ്ലിമായ ശേഷം മുർത്തദാകുന്നവര് ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ്. മറ്റുള്ളവരെ പോലെയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മുർത്തദുകൾ വ്യാപകമാണ് ലോകത്തിൽ. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മൂന്നത്തിന്റെ ആൾക്കാരായിക്കൊള്ളണമെന്ന് തന്നെയില്ല, മറ്റു നിലക്കും ധാരാളം മുർത്തദുകൾ ഇപ്പോൾ വ്യാപകമാണ്. അബുൽ ഹസൻ അൽ നദവി പറഞ്ഞതുപോലെ അബൂബക്കറില്ലാത്ത മുർത്തത്തിന്റെ കാലഘട്ടമാണിത്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു മുർത്തത്തുകൾ അല്പ മുർത്തത്തുകൾ ഉടലെടുത്തപ്പോൾ അവനോട് പോരാടാൻ അതിനെ ഉന്മൂലനം ചെയ്യാൻ ഇവിടെ അബൂബക്കർ ഉണ്ടായിരുന്നു. ഇന്ന് അബൂബക്കർമാർ കുറവാണ്. മുർത്തത്തുകളോട് മല്ലിട്ട് അവർക്ക് പഠിപ്പിക്കേണ്ട രൂപത്തിൽ പാഠം പഠിപ്പിക്കാൻ അർഹതയുള്ള അബൂബക്കർമാര് ഇന്ന് ഇല്ല എന്ന് പണ്ഡിതന്മാര് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പച്ച യാഥാർത്ഥ്യം ആണ്. അതെ, അല്ലാഹു തുടർന്നു മറ്റായത്തുകളിൽ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം വേണമോ? എന്നാൽ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഖുർആനിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ള അനുസരണമാണ്, റസൂലിനുള്ള അനുസരണമാണ്. അപ്രകാരം തന്നെ റസൂൽ പറഞ്ഞതെല്ലാം ഇവിടെ റസൂലുള്ള അനുസരണവുമാണ്. റസൂൽ പറഞ്ഞതായ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള അനുസരണമാണ് എന്നും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സുരക്ഷിതമായി നിലനിർത്തുമെന്നും അല്ലാഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണമാണ് റസൂൽ കൊണ്ടുവരുന്നത് എന്നും അല്ലാഹു പറഞ്ഞിരിക്കവേ, അതിനെയെല്ലാം കൂട്ടാക്കാതെ അത് പോയതറിയാതെ അപകടത്തിൽ പെട്ടുപോയതായ ഒരു അല്ലാഹുവിലാണ് അവർക്ക് വിശ്വാസം. വല്ലാത്ത അല്ലാഹുവിന്റെ അല്ലാഹ്. നമ്മൾക്ക് അങ്ങനെയുള്ള അല്ലാഹുവിനെ പരിചയമില്ല. അവരുടെ അല്ലാഹുവിനെ നിങ്ങൾ കേട്ടോ? അവരുടെ അല്ലാഹുവിന്റെ സ്വഭാവം ദീനിറക്കി മതമിറക്കി, എന്നിട്ട് അവസാനം അവരിറക്കിയ മതത്തെ സംരക്ഷിക്കാൻ പറ്റാത്ത അല്ലാഹ്. കാരണം അത് കാരണത്താൽ ഷിട്ടികൾ ഉണ്ടാക്കേണ്ടി വന്നു. മതത്തിൽ ചടങ്ങുകൾ, ആചാരങ്ങൾ ഷിട്ടാവിനെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല. ഷിട്ടാവിനെ സംരക്ഷിച്ചില്ല. ഷിട്ടാവിനെ സംരക്ഷിക്കേണ്ടതായ സൗകര്യം ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു അല്ലാഹുവിനാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള അല്ലാഹുവിനെ പരിചയമില്ല. നമുക്ക് പരിചയമുള്ള അല്ലാഹു ആരാണ്? അവൻ ദൂതരെ ഇറക്കി, ദൂതരുടെ കൂടെ ഖുർആൻ ഇറക്കി, ഹദീസും ഇറക്കി, അത് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തു. അതിൽ നമുക്ക് സംശയമേ ഇല്ല. സംശയമുണ്ടായാൽ നാം മുർത്തദുകളായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിംകളുടെ റൂട്ടിൽ നിന്നിട്ട് മാറുകാട്ടുന്ന വിഭാഗം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സത്യം സത്യമാണെന്ന് വ്യക്തമായതിനു ശേഷം റസൂലിന്റെ മാർഗം കൈകൊള്ളാതിരിക്കുകയും മുഅ്മിനീങ്ങൾ നടന്ന മാർഗമല്ലാത്ത സ്പെഷ്യൽ മാർഗം കൈകൊള്ളുകയും ചെയ്യുന്ന വിഭാഗം. മുസ്ലിംകൾ നടന്ന മാർഗമല്ല മൂന്നോക്തന്റെ മാർഗം എന്നതും, മുസ്ലിംകൾ നടന്ന മാർഗമല്ല അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതൊക്കെ സത്യവിശ്വാസികൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ അവർ പോകുന്നിടത്ത് പോകട്ടെ എന്നുള്ള വെക്കും. ജഹന്നം, അവസാനം നരകം കൊണ്ട് നരകത്തിലുള്ള തീ കൊണ്ട്, നരകമാകുന്ന തീ കൊണ്ട് അവരെ ചൂട് പിടിപ്പിക്കപ്പെടുകയും ചെയ്യും. അതെ, ഇവിടെ നമുക്ക് വീണ്ടും കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ വിശദീകരിച്ചതിന്റെ ചുരുക്കത്തിലേക്ക് മടങ്ങാം. അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങുകയില്ല എന്ന്
ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി മാത്രം ചോദ്യ വക്താവ് പറയുന്നു, 10 ലക്ഷത്തോളം ഹദീസുകൾ സഹാബാക്കളും താബീങ്ങളും കൂടി ഉണ്ടാക്കി അവസാനം അതിൽ നിന്നിട്ട് ബുഖാരിക്ക് കിട്ടിയത് 4000-ഓളം 3000-ൽ പരം ഹദീസ് മാത്രം. കടഞ്ഞെടുത്തുണ്ടാക്കിയ 4000-ഓളം ഹദീസ് ആ 10 ലക്ഷത്തോളം ഹദീസിൽ നിന്നിട്ട് അങ്ങനെയുള്ള ഹദീസുകളുടെ പിന്നിൽ പിൻപറ്റലാണോ ഉത്തമം? അല്ല, യാതൊരു നിലക്കും കൃത്രിമങ്ങൾ കണക്കാത്തതായ ഖുർആന്റെ പിന്നിൽ നിരക്കലാണോ ഉത്തമം എന്ന് ചോദ്യം. അതെ, ഇസ്ലാമിനെ തകർത്താൻ വേണ്ടിയിട്ട് ഊതിപ്പിടിപ്പിക്കുന്നതായ ശത്രുക്കൾക്ക് അവരുടെ വചനങ്ങൾ അങ്ങനെയാണ് നന്നായി തോന്നുക. പിശാചവർക്ക് നന്നാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. പറയുന്നതൊക്കെ ശരി, കേൾക്കുന്നതൊക്കെ ശരി, പ്രഖ്യാപിക്കുന്നതൊക്കെ ശരി, ഇതിന്റെ പിന്നിലാണ് സത്യമുള്ളത് എന്ന് തോന്നുന്ന രൂപത്തിലാണ് അവർ പണ്ട് തന്നെ പൈശാചിക വഴി പ്രചരിപ്പിക്കാറുള്ളത്. ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. കേൾക്കുമ്പോൾ ഓ ശരി തന്നെയാണല്ലോ. യഥാർത്ഥത്തിൽ ഹദീസ് അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതായ ആ ഇഅ്ജാസ് ഇലാഹിക അല്ലാഹുവിന്റെ കഴിവ് അത് എങ്ങനെയാണ് നാം കണ്ടത്? 10 ലക്ഷം നീ പറഞ്ഞതനുസരിച്ചിട്ട്, എഴുത്തുകാരൻ പറഞ്ഞതനുസരിച്ചിട്ട്, എത്രയുമാവട്ടെ, എത്ര ലക്ഷമാവട്ടെ, ലക്ഷങ്ങൾ ഹദീസുകളിൽ നിന്നിട്ട്, ലക്ഷങ്ങൾ വചനത്തിൽ നിന്നിട്ട് അള്ളാഹു രക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതായ സഹീഹിനെ അള്ളാഹു സുരക്ഷിതമായിട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നു. അതാണ് പ്രത്യേകത. അത് ഏറ്റെടുത്തത് കൊണ്ടാണ് അത് നിലനിന്നത്, അത് സംരക്ഷിക്കപ്പെട്ടത്. അത് മനസ്സിലാക്കണം. പെട്ടെന്ന് ഇങ്ങനെ തെറി പറയുമ്പോഴോ 10 ലക്ഷം ഹദീസിന്റെ കൂട്ടത്തിൽ ആകെപ്പാട് 4000. ആരാ പറഞ്ഞത്? പഠിക്കാത്തോണ്ടാണ് ഇത്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിക്ക് ഒരു മുഖദ്ദിമ നൽകിയിട്ടുണ്ട്. ഒരു വാല്യം കംപ്ലീറ്റ്, ഒരു വാല്യം ഫുള്ള് എന്തായിരുന്നു? ഒരു മുഖദ്ദിമ മാത്രമാണ്, മുഖവുര മാത്രമാണ്. എന്തിന്റെ? ഫത്ഹുൽ ബാരിയുടെ ശറഹിന്റെ. എന്ത് ശറഹാണ്? ബുഖാരിയുടെ ശറഹിന്റെ. സഹീഹ് ബുഖാരിയുടെ ശറഹാണ് ഫത്ഹുൽ ബാരി. അതിന്റെ വിശദീകരണമാണ്. അതിന്റെ 1ാമത്തെ വാല്യം എന്താണ്? അത് മുഴുവനും മുഖവുര മാത്രമാണ്. ആ മുഖവുരയുടെ മുഖവുര പരിശോധിച്ച് നോക്കുക. അവിടെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, അള്ളാഹുവിന്റെ കിതാബാകുന്ന ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വിരോധം വന്നിരുന്നു, ചില വകുപ്പിന് മാത്രം. എന്ത്? ഹദീസുകൾ എഴുതാൻ പാടുള്ളതല്ല എന്ന്. ആ വിരോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപകമാക്കി വിരോധിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ മുമ്പ് 12ഓളം കാസറ്റിലൂടെ ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഹദീസിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണത്? കാരണം പറയുന്നുണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, സഹാബാക്കൾ ഒന്നാമത് ബഹുഭൂരിപക്ഷം ഉമ്മീങ്ങളാണ്. ഉമ്മീങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം പഠിക്കാത്തവരാണ്. രണ്ടാമതായിട്ട് ഓർമ്മശക്തി കൂടിയവരാണ്, ഓർമ്മശക്തി കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് ബൈഹാത്താക്കാൻ അവർക്ക് എത്ര ലക്ഷം വചനങ്ങളാണെങ്കിലും സാധിക്കും. ചരിത്രം സാക്ഷിയാണെന്ന്. ആയിഷ 50,000-ഓളം അറബി വചനങ്ങൾ മനപ്പാടമാക്കിയിരുന്നു എന്നാണ് വാപ്പയിൽ നിന്നിട്ട് കേട്ടിട്ട്. വാപ്പ അബൂബക്കറിന്റെ പേര് തന്നെ നസാബ എന്നാണ്. എന്താ നസാബ പറഞ്ഞാല്? നസബ്, തറവാട്. അറബി തറവാടിനെ കുറിച്ചുള്ളതായ പഠനം വ്യാപകമാണ്, വിശാലമാണ്. റസൂൽ മുതൽ ഇബ്രാഹിം വരെയുള്ള ഓരോ കുടുംബം, ആ കുടുംബത്തിന്റെ ശൃംഖല, അതിന്റെ കവിയകൾ, അതിനെ പഠിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇതൊക്കെ മനപ്പാടമാക്കി വെച്ച ആളായിരുന്നു അബൂബക്കർ. മനപ്പാടമാക്കിയ ആ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് ആയിഷയും ചെറുപ്പത്തിൽ തന്നെ 50,000-ഓളം വചനങ്ങൾ മനപ്പാടമാക്കിയിരുന്നു. ബുഖാരിയിൽ പരിശോധിച്ചു നോക്കുക. 11 സ്ത്രീകൾ ഇരുന്നിട്ട് ചർച്ച ചെയ്തതായ വേഴ്സുകൾ നമുക്ക്, ഞാൻ പലപ്പോഴും മനപ്പാടമാക്കാൻ പരിശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ സമ്മതിക്കാം, എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. പലപ്പോഴും മാറിപ്പോവാണ് വേഴ്സുകൾ. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫാമിലി ക്ലാസ്സിൽ. എന്താണ്? 11 സ്ത്രീകൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള അരമന രഹസ്യങ്ങൾ പറഞ്ഞതായ വേഴ്സുകൾ ഇരുന്ന് ചർച്ച ചെയ്യാം. റസൂല്, ലോക നേതാക്കളുടെ നേതാവ്, അല്ലാഹുവിന്റെ റസൂല്, അവരുടെ ഭാര്യയായ ആയിഷ, ചെറിയ പ്രായമുള്ള ആയിഷ പറയുന്ന കഥ കേൾക്കാൻ ഇരുന്നിട്ട്. ബുഖാരിയിലാണ് സംഭവം. അതിൽ പലതും പറയുന്നുണ്ട്. സൗജി ഇൻ അകല ലഫ, അല്ലേ? സൗജി, എന്റെ ഭർത്താവ് വല്ലതും തിന്നാല് ഭക്ഷണം കൊണ്ടുവരും.